ഡിപ്രഷൻ എന്ന് പറയുന്ന അസുഖം എല്ലാവർക്കും വന്നേക്കാം, അത് ചിലപ്പോൾ അറിയാതെ പോവും എന്നൊക്കെ പറയുന്നത് കേൾക്കും. സത്യത്തിൽ ഈ ഡിപ്രഷൻ്റെ മരുന്ന്, വിഷാദരോഗത്തിനുള്ള മരുന്ന് കഴിക്കുമ്പോൾ ഈ അസുഖം പൂർണ്ണമായിട്ട് ഭേദാവുന്നുണ്ടോ? ഒരിക്കലും. ഒരു ഡിപ്രഷനുള്ളൊരു മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ, ആൻറ്റി ഡിപ്രഷൻ മരുന്ന്, ഇപ്പോൾ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറ് വർക്ക് ചെയ്യാൻ വേണ്ട സെറട്ടോണിൻ, നോറെപ്പിനെഫ്രിൻ ഇത്തരത്തിലുള്ള കെമിക്കൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ അളവ് കുറയുന്നതാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആൻറ്റി ഡിപ്രസൻ മരുന്ന് നമ്മൾ ഇതിൻ്റെ അളവിനെ കൂട്ടിയെടുക്കാനായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ സാധാരണ നിലയ്ക്ക് നമ്മളൊരു ഡിപ്രഷനുള്ള ഒരാൾക്ക് 1 വർഷം, നമ്മളിപ്പോൾ ഒരു കോഴ്സ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. പക്ഷേ 1 വർഷം കഴിഞ്ഞ് ഈ മരുന്നെല്ലാം നിർത്തി വീണ്ടും ചിലപ്പോൾ അയാൾക്ക് ഡിപ്രഷൻ വരാം. കാരണം അയാളുടെ ബയോളജിക്കൽ വൾണറബിലിറ്റി, അസുഖം വരാനുള്ള സാധ്യത ചിലപ്പോൾ നമ്മുടെ ജീൻസിലും ക്രോമസോംസിലൊക്കെ ആണല്ലോ ഉള്ളത്. അതൊരിക്കലും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ വീണ്ടും ഡിപ്രഷൻ വരാം. ചിലർക്ക് വീണ്ടും റെക്കറൻറ്റ് ഡിപ്രഷൻ എന്നൊക്കെ പറയും. ഇങ്ങനെ 3, 4, 5, 6 തവണയൊക്കെ അടുപ്പിച്ച് വരാം. അപ്പോൾ അങ്ങനെ വരുമ്പം ഒരിക്കലും നമുക്ക് ആ തലച്ചോറിൽ വരാനുള്ള സാധ്യത ഒരിക്കലും നമുക്ക് കളയാനായിട്ട് സാധിക്കുന്നില്ല. നമ്മൾ അങ്ങനെയുള്ള ഒരാൾക്ക്, ആ സാധ്യത ഉള്ള ഒരാൾക്ക് 3, 4 തവണയൊക്കെ അസുഖം വരികയാണെങ്കിൽ പലപ്പോഴും ഇത് വരാതിരിക്കാനായിട്ട് മെഡിസിൻ കഴിക്കേണ്ടി വരും. അപ്പോൾ ഒരിക്കലും നമുക്കിപ്പോൾ ഒരു ആൻറ്റിബയോട്ടിക് കഴിച്ച് അസുഖം കംപ്ലീറ്റ് മാറ്റിക്കളയുന്നു എന്ന് പറയുന്ന പോലെ കംപ്ലീറ്റ് തുടച്ച് കളയാനായിട്ട് ഒട്ടുമിക്ക മാനസിക അസുഖങ്ങൾക്കും നമുക്ക് കഴിയില്ല. പല അസുഖങ്ങൾക്കും ഇത് അസുഖം മാറിയാൽ പോലും വരാതിരിക്കാനായിട്ട് തുടർച്ചയായിട്ട് മരുന്ന് കഴിക്കേണ്ടി വന്നേക്കാം. ഈ മാനസികാരോഗ്യ നിയമത്തെക്കുറിച്ചിട്ട്, ഈ മനോരോഗികൾക്ക് കൊടുക്കേണ്ടുന്ന സംരക്ഷണത്തെക്കുറിച്ചിട്ട് സമൂഹത്തിൽ എത്രത്തോളം അവർ ബോധമുണ്ട്, അല്ലെങ്കിൽ അതിനായിട്ട് ബോധവൽക്കരിക്കേണ്ടത് ആവശ്യം ഉണ്ടോ? പൊതുവായിട്ട് ഡോക്ടർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? മാനസിക രോഗങ്ങളുടെ താല്പര്യങ്ങൾ, അതായത് അവരുടെ റൈറ്റ്സ് എന്ന് പറയും, റൈറ്റ്സ് ഫോർ മെൻ്റലി ഇൽ, അത് സംരക്ഷിക്കാനായിട്ട് നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ളൊരു നിയമം, പുതിയ നിയമമാണ്. പണ്ട് മെൻ്റൽ ഹെൽത്ത് ആക്റ്റ് ആയിരുന്നു. ഇപ്പം മെൻ്റൽ ഹെൽത്ത് കെയർ ബിൽ എന്ന് പറഞ്ഞിട്ടൊന്ന്, മെൻ്റൽ ഹെൽത്ത് കെയർ ആക്ട് എന്ന് പറയാം. അത് 2017 മുതൽ നമുക്കൊരു മെൻ്റൽ ഹെൽത്ത് കെയർ ആക്ട് ഉണ്ട്. അതിന് മുമ്പ് മെൻ്റൽ ഹെൽത്ത് ആക്ട് ആയിരുന്നു 1987. അപ്പോൾ ഈ പുതിയ ബിൽ വന്നതിന് ശേഷം അതിൽ പഴയ ബില്ലിനെ അപേക്ഷിച്ച് ഒരു മാനസിക രോഗിയെ അഡ്മിറ്റ് ചെയ്യുന്നതിനും അയാളെ ചികിത്സിക്കുന്നതിനും, അയാളെ ആശുപത്രിയിൽ എങ്ങനെയെല്ലാം നമ്മൾ ചികിത്സിക്കണം, അയാൾക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുന്ന കാര്യം, റീസ്ട്രെയിൻ ചെയ്യുക, കെട്ടിയെടുക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ അയാൾക്ക് എന്ത് തരത്തിലുള്ള മരുന്ന് കൊടുക്കണം, അയാളെ ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യങ്ങൾ, അയാൾ ഇപ്പോൾ മാനസിക രോഗിയാണോ എന്നുള്ളത് നമ്മൾ നോക്കണ്ടേ. ചുമ്മാ ഒരാളെ പിടിച്ചും അഡ്മിറ്റ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ മാനസിക രോഗിയാണോ, ആണെങ്കിൽ എങ്ങനെ അഡ്മിറ്റ് ചെയ്യണം, അവർക്ക് വേണ്ട റൈറ്റ്സ്, ഡിസ്ചാർജ് ചെയ്യേണ്ട റൈറ്റ്സ്, ഇതെല്ലാം ഉള്ള വളരെ വ്യക്തമായിട്ടുള്ളൊരു ബില്ല് മെൻ്റൽ ഹെൽത്ത് കെയർ ആക്റ്റിൽ നമുക്ക് ഉണ്ട്. പക്ഷേ പലപ്പോഴും ഈ മെൻ്റൽ ഹെൽത്ത് കെയർ ആക്ടിനെ കുറിച്ച് ജനങ്ങൾക്ക് അറിയില്ല. അറിയാത്തതുകൊണ്ട് തന്നെ പലപ്പോഴും പല വീടുകളിലൊക്കെ മാനസിക രോഗികളുണ്ടായിരിക്കാം. പക്ഷേ അവർ പലപ്പോഴും ആശുപത്രിയിൽ വരാനായിട്ട് വിമുഖത കാണിക്കുന്ന ആൾക്കാരായിരിക്കും. മാനസിക രോഗമുള്ള, സൈക്കോസിസ് പോലെയുള്ള അസുഖങ്ങളുള്ള രോഗികൾക്ക് രോഗം ഉണ്ടെന്നുള്ള തോന്നലുണ്ടാവില്ലല്ലോ. അപ്പോൾ അവർ ആശുപത്രിയിൽ വരില്ല, മരുന്ന് കഴിക്കില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ആളുകളെ എങ്ങനെ ആശുപത്രിയിൽ എത്തിക്കാം, അതിന് ശരിക്കും പോലീസിൻ്റെ ഹെൽപ്പൊക്കെ നമുക്ക് വാങ്ങിക്കാം. ഇനിയിപ്പോൾ അവർ അഡ്മിറ്റ് ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കുന്നില്ലെങ്കിൽ മജിസ്ട്രേറ്റ് വഴിയൊക്കെ ആയിട്ട് നമുക്ക് അഡ്മിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ജില്ലാ ജഡ്ജിൻ്റെ അടുത്ത് പരാതി ബോധിപ്പിക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ഇവരെ സഹായിക്കാനൊക്കെ നിരവധി കാര്യങ്ങളുണ്ട്. ഇതൊന്നും ഇപ്പോഴും ജനങ്ങൾക്കറിയില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവരെ നമുക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറ്റാതെ, മരുന്ന് കഴിക്കാതെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന പല സംഭവങ്ങളും നമ്മൾ പേപ്പറിലൊക്കെ കാണുന്നില്ലേ. മാനസിക രോഗി വീട്ടിൽ നിന്നും അമ്മയെ വെട്ടിക്കൊന്നു, അച്ഛനെ വെട്ടിക്കൊന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ, ആ അജ്ഞത നമുക്ക് മാറ്റണമെങ്കിൽ ഒരു മെൻ്റൽ ഹെൽത്ത് ലിറ്ററസി എന്നൊക്കെ പറയും, അത് ശരിക്കും നമ്മുടെ ജനങ്ങളിൽ കൊണ്ടുവരേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ അത് ശരിക്കും നമ്മുടെ ഇതുപോലെയുള്ള ദൃശ്യമാധ്യമങ്ങളും പ്രിൻ്റഡ് മാധ്യമങ്ങളും എല്ലാം ഈ മെൻ്റൽ ഹെൽത്ത് കെയർ ആക്ടിനെ പറ്റിയിട്ട് ശരിക്കും ജനങ്ങളെ ബോധവാന്മാർക്ക് ആക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്.